വെൽക്കം ടു പ്രവീസ് കിച്ചൻ. ഇപ്പോൾ കുറച്ചായി വീഡിയോ എടുക്കാണ്ട് ഒരാഴ്ചയായി തോന്നുന്നു ഏകദേശം. വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല, ഓരോ തിരക്ക്. ഒരു ദിവസം എന്താ പറയുക, സോളാർ ഫിറ്റ് ചെയ്യുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും. ആ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ശബ്ദം കൊണ്ട് എടുക്കാൻ വേണ്ടി ബാക്കിയെല്ലാ ദിവസം മടി വരുന്നുണ്ട്. പിന്നെ ഓരോ തിരക്ക്, അതിൻ്റെതായ കാര്യങ്ങൾ കണ്ടാണ്. അപ്പോൾ ഞാൻ വിശന്നൊരു ഇന്ന് വൈകുന്നേരം ആയപ്പം മോള് പറഞ്ഞു അമ്മേര് എന്തെങ്കിലും സ്വീറ്റ്സ് ഐറ്റം കഴിക്കാൻ തോന്നുന്നു. അന്നേരം പിന്നെ ബേക്കറി എന്തൊക്കെയോ ചെറിയ സാധനം ഇവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട. എന്നാലും ഞാൻ വിചാരിച്ചു എന്തായാലും പാലുണ്ട്, അപ്പോൾ നമുക്ക് 2 പാക്കറ്റ് പാലും കുറച്ച് പഞ്ചസാരയും ഉപയോഗിച്ച് നല്ലോണം കുറുക്കിയെടുക്കാം. എന്നിട്ട് പാലിൻ്റെ കട്ടയാക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഐറ്റം. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരാനുണ്ടെങ്കിൽ അതിന് കുറച്ച് മുമ്പ് ചെയ്യണേ. ഗസ്റ്റ് വന്നിട്ട് ചെയ്യാമ്പോൾ കാരണം ലേറ്റ് ആവും. കാരണം ഈ പാലിങ്ങനെ കുറുക്കിയെടുക്കാൻ നല്ല സമയം വേണം. നമുക്ക് ചെയ്യുന്ന ആൾക്കും ബോറടിക്കും, അത് ഒരാൾ കാത്തു നിൽക്കാൻ വെച്ചാൽ അവർക്കും ബോറടിക്കും. അതുകൊണ്ട് കുറേ മുമ്പ് ചെയ്തു വെക്കണം, എന്നാൽ മാത്രമേ. അപ്പം ഞാൻ വിചാരിച്ച് വൈകുന്നേരം എന്തായാലും ഇന്നിപ്പോൾ പുസ്തകമൊക്കെ എടുത്ത് രാവിലെ എന്താ പറയുക വായിക്കുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മോളൊക്കെ വായിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ വൈകുന്നേരം ആയപ്പോൾ പഠിത്തമൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഞാൻ വിചാരിച്ച് ഒരു പാൽപേട അല്ലെ പാൽഗോവ ഒക്കെ പറയാം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാം. ഒന്നുമില്ല, ഇതിൽ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് ഒന്നുമില്ല, പാല്, പഞ്ചസാര, പിന്നെ ഡെക്കറേഷന് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പാണ് അങ്ങനെ മുന്തിരിയാണ് അങ്ങനെ ചെറി വെച്ചാലാണ് കൂടുതലൊരു കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ചെറി വെക്കാം, എന്താണോ വീട്ടിലുള്ളത് വെച്ചാൽ മതി. ഇത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ സംഭവം വെച്ചാൽ സമയം, നല്ലോണം സമയം എടുക്കും. കാരണം ഈ പാലിങ്ങനെ ഇളക്കി 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 കുറുകി കട്ടയിൽ വരണം. അത്രയും ക്ഷമ നമുക്ക് വേണം. വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെറും എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണ് പാലും പഞ്ചസാരയും. അത് മാത്രം മതി. പിന്നെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന നെയ്യ് ഒഴിക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ല, ചട്ടി വെച്ചു, ഗ്യാസ് വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് പാല് പൊട്ടിച്ച് വയ്ക്കാം. പാലൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ആവശ്യത്തിൽ കുറച്ച് പഞ്ചസാര ആദ്യം ഇടാം, എന്നിട്ട് കുറച്ച് നോക്കാം. പഞ്ചസാര കുറവാണെങ്കിൽ ഇട്ടാൽ മതി. നമുക്ക് നല്ലോണം കുറുകി കട്ടയാക്കി ചൂടാകട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പാല് പൊട്ടിക്കാം. കവറ് ഇഷ്ടമുള്ള എത്ര എടുക്കട്ടോ, നിങ്ങൾക്ക് 3 പാക്കറ്റ് 4 പാക്കറ്റ് അത്രയും എന്താ പറയുക നമ്മളെ സ്വീറ്റ്സ് ആയി കിട്ടും. അപ്പം ഞാൻ 2 പാക്കറ്റ് പാല് എടുക്കുന്നു. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ ലേറ്റ് ആവരുത്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഒരു ഏകദേശം കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്, കുറച്ചല്ല അത്യാവശ്യം വേണ്ടത്ര ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ആവട്ടെ. ഞാനിങ്ങനെ ഇളക്കി കൊടുത്ത് കുറുകിയെടുക്കാം, വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ പാലും പഞ്ചസാരയും ഒഴിച്ച് നമുക്കിങ്ങനെ കുറുക്കിയെടുക്കണം. നല്ല സമയം എടുക്കും കുറുകി വരണ്ടേ. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കൈ അത്യാവശ്യം വേദനിക്കും, വലിയ വേദനയൊന്നുമല്ല, ചെറുങ്ങനെയൊന്ന് വേദനിക്കും, പിന്നെ ബോറടിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഇതാക്കി കഴിയും നമുക്കൊരു നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ്, പക്ഷെ നല്ല അധ്വാനമുണ്ട് നല്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിങ്ങനെ കുറുക്കി ആക്കിയെടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മളെ പാലും പഞ്ചസാരയും കുറുക്കി ഈ സ്ട്രക്ചറിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞിട്ട് കുറച്ചുകൂടി ഒന്ന് കട്ടയാവും. എന്നിട്ട് നമുക്ക് ബൗൾ പോലെ ആക്കി നമ്മൾ ഡെക്കറേഷൻ ചെയ്യും. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യാം. തണിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ പാൽഗോവ
അല്ലെങ്കിൽ പാൽപ്പേട എന്നൊക്കെ പറയുന്ന സംഭവം പാല് കുറുക്കി ഞാൻ ഈ ഇതിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉരുളിയാക്കട്ടെ, എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മളുടെ പാൽഗോവ അല്ലെങ്കിൽ പാൽപ്പേട എന്ന് പറഞ്ഞ സംഭവം സെറ്റായി. നല്ല കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അടിയിൽ പിടിച്ചു അടുങ്ങി ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ പിന്നെ കുറച്ച് കൈവേദനയൊക്കെ വരും. പിന്നെ അത്യാവശ്യം സമയം വേണം. പെട്ടെന്നൊന്നാവുന്ന സംഭവമല്ല, അത്യാവശ്യം സമയം വേണം. പക്ഷേ ടേസ്റ്റ് വിചാരിക്കാൻ പറ്റാത്ത ടേസ്റ്റ്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ചെറിയോ മറ്റേ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ മുന്തിരിയോ എന്ത് തന്നെയായാലും എന്ത് വെച്ച് കഴിഞ്ഞാലും നല്ല സൂപ്പറായിട്ട് ഇതാ നമ്മൾ പാലൊക്കെ കുറുക്കി എന്താ പറയുക ഏകദേശം കട്ടയായി നമ്മളെല്ലാം ഉരുളയാക്കി ഒന്ന് കുറുക്കി കൊടുത്ത് ഈ സെറ്റപ്പിലാക്കി ചെറിയ വെച്ച് സൂപ്പറല്ലേ. കാണാനും നല്ല ഭംഗിയാണ്, നല്ല സ്വീറ്റ്, നല്ല ടേസ്റ്റ് കഴിക്കാം, നല്ല ടേസ്റ്റ്. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറയുന്നില്ല, കുറച്ച് സമയം നല്ലോണം വേണം, പിന്നെ കുറച്ച് മെനക്കേട് കൊടുക്കും. പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാ, പാല്, പഞ്ചസാര മാത്രം, പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുക വേണമെങ്കിൽ. ഓക്കെ, നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. സമയമുള്ളവരെ ചെയ്യാവേ, പെട്ടെന്ന് ചെയ്യാൻ വിചാരിച്ച് സമയം എടുത്ത് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.